ഇവർ ഈ പറയുന്ന ഒരു സംവിധാനങ്ങളും കേരളത്തിൽ നടപ്പാക്കുകയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തായിരുന്നു. അല്ല, പ്രധാനമന്ത്രി ചെയ്യുമല്ലോ. കാരണം വെച്ചാൽ ഗുജറാത്തിൽ ആ കലാപം നടക്കുമ്പോൾ ഞാൻ നാശപുറം ഡൽഹിയിൽ 10 വർഷം ഓടിയതാണ്. കലാപം നടക്കുമ്പോൾ ഗോത്ര വഴി ഞാൻ വണ്ടിയെ പോയിക്കൊണ്ടിരുന്നുള്ളൂ. ഞാനൊക്കെ പേടിച്ചാൽ പോയത്. അവർ തെറ്റായ നയങ്ങൾ ഇവിടെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് എമ്പുരാൻ എത്ര ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമ്മൾ വിചാരിക്കേണ്ടത്. അന്നേരം ഒന്നും ഇവർക്ക് ഇതുപോലുള്ള സംവിധാനങ്ങൾ പറയാനില്ലായിരുന്നു. സിനിമ നിർമ്മിക്കുന്നതിനകത്തിന് മനുഷ്യരുടെ എൻ്റർടൈൻമെൻ്റ് ആണോ സിനിമ എന്ന് പറയുന്നത്? അപ്പോൾ അതിനെ അതായിട്ട് കണ്ടാൽ മതി. ഇതെന്നു വെച്ചാൽ ഒരു പ്രത്യേക താല്പര്യ പാർട്ടികൾക്ക് വേണ്ടി മനുഷ്യനെ ഭിന്നിപ്പിച്ച് അവർ ഭരണം പിടിച്ചെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ BJP ഇത്രയും പ്രാധാന്യം വന്നുകൊണ്ടല്ലേ വർഗീയത തുടങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിൽ വിവാദപരമായി കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേരള സ്റ്റോറി സെക്കൻഡ് പാർട്ടിലെ ട്രെയിലറിലെ ഒരു രംഗം. അത് രംഗം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം സമൂഹം ഒന്നടങ്കം ഒരു ഹിന്ദു യുവതിയെ ബലം പ്രയോഗിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. കേരള സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഇത് സിനിമയാണ്, അതിനെ സിനിമയായിട്ട് വ്യാഖ്യാനിക്കണമെന്ന് വാദിക്കുമ്പോൾ മറുവിഭാഗം പറയുന്നത് ഇത് മതസൗഹാർദ്ദത്തെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും സമാധാന അന്തരീക്ഷത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് ജനങ്ങൾ ഈ സിനിമ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അവരുടെ പെർസ്പെക്റ്റീവ്സ് എങ്ങനെയാണ് ഈ സിനിമയോട് എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്, ശരിക്കും ഇത് കേരള സ്റ്റോറി എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ സ്റ്റോറി തന്നെയാണോ എന്നൊക്കെയാണ് നമ്മൾ ജനങ്ങളോട് ചോദിച്ചറിയാൻ പോകുന്നത്. അത് കണ്ടല്ലേ കേരള സ്റ്റോറിയിലെ ട്രെയിലർ? കണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ ആ ഒരു വിഷ്വൽ കണ്ടിട്ട് എന്താ തോന്നിയത്? ശരിക്കും നമ്മുടെ സമൂഹം ഇങ്ങനെയാണോ? ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന രംഗം ശരിക്കും ഇതൊരു മതസൗഹാർദ്ദത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഈ സിനിമ ഇത് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? പേഴ്സണലി തോന്നിയത് ഇങ്ങനെയല്ല നമ്മുടെ സമൂഹം, നമ്മുടെ കേരളം ഇങ്ങനെയല്ല എന്ന് തോന്നിയില്ലേ? അങ്ങനെ തോന്നി. ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഇങ്ങനെ തോന്നിയിട്ടില്ല. ബീഫ് കഴിക്കുന്നത് ഓരോരുടെ ഇഷ്ടമല്ലേ, അതിപ്പം പുതുക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം ഈ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് അതൊരു മുസ്ലിം സമുദായ ഒരു ഹിന്ദു യുവതിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന രംഗം അങ്ങനെയാണോ? ഇവിടെ അങ്ങനെ ശരിക്കും അങ്ങനെ നടക്കുന്നുണ്ടോ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കേരളത്തിൽ അങ്ങനെയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മുസ്ലിംസിനെ എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ പോകുന്ന അത് അങ്ങനെയല്ലേ വേണ്ടത്. സിനിമയായിട്ട് കാണുവാണ്. അതെ, സിനിമയായിട്ട് കാണണം, അല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് ഇവരത് പിന്നോട്ട് നടക്കുക എന്നുള്ള സംവിധാനത്തിലൂടെ കൊണ്ടുപോകും. കാരണം വരുന്ന ഒരു തലമുറ ഇതിനെല്ലാം എതിർത്തും. കാരണം ഇവർ വിവക്ഷിക്കുന്ന സംവിധാനത്തോടെ ഒരിക്കലും കേരളം പോയില്ല. വരുന്ന തലമുറ, കാരണം ടെക്നോളജി യുഗ ഫാസ്റ്റാണ്. ഇവരാ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒന്നാമത്തെ കാര്യം പറയാം. പിന്നെ ഇവരുടെ ഈ BJP എന്ന് പറയുന്ന ഒരു ഡെവലപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ കെട്ടുകഥകളുടെ ആകത്തുകയാണ് നമ്മുടെ ആകപ്പാടെ. എല്ലാ ഹിന്ദുമതത്തിൽ 30 കോടി ദൈവങ്ങളും ക്രിസ്തുമതം എടുത്ത് പരിശോധിച്ചാലും ഇതെല്ലാം ആകെ വന്ന് നിൽക്കുന്നത് ഞാൻ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ പിന്നെ ബുദ്ധമതത്തിലാണ് വന്ന് ആശ്രയിക്കുന്നത്. കൃഷ്ണനാണേലും ക്രിസ്തു ആണേലും ഇവരെല്ലാം തന്നെ പിന്നെ മുഹമ്മദ് മറ്റേ ഇതുണ്ടല്ലോ നബി, ഇവരെല്ലാം വന്ന ഒരു ഘടകത്തിൽ വന്ന വിഷയം. അതായത് ഈ നദികളെല്ലാം ഒഴുകി കടലിൽ പോയി ചേരുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒഴുകി ചെന്ന് നിൽക്കുന്നത് ബുദ്ധൻ്റെ ത്രിപിടകങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ അതിലാണ് ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഒരു സംവിധാനങ്ങളും കേരളത്തിൽ നടപ്പാക്കുകയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തായിരുന്നു. അല്ല, പ്രധാനമന്ത്രി ചെയ്യുമല്ലോ. കാരണം വെച്ചാൽ ഗുജറാത്തിൽ ആ കലാപം നടക്കുമ്പോൾ ഞാൻ നാശപുറം ഡൽഹിയിൽ 10 വർഷം ഓടിയതാണ്. കലാപം നടക്കുമ്പോൾ ഗോത്ര വഴി ഞാൻ വണ്ടിയെ പോയിക്കൊണ്ടിരുന്നുള്ളൂ. ഞാനൊക്കെ പേടിച്ചാൽ പോയത്. ആ ഗോത്ര കലാപം നടക്കും എനിക്ക് കൃത്യമായിട്ടറിയാം. കാരണം BJP എന്നാ ഇവിടെ നടത്തുന്നുള്ള കൃത്യമായിട്ട്. കാരണം ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നോട്ട് നിരോധനം. നോട്ട് അവർക്ക് ആവശ്യമുള്ള, എൻ്റെ ഒരു ഊഹം പറ, അവർക്ക് ആവശ്യമുള്ള നോട്ട് എടുത്തു വെച്ചിട്ടാണല്ലോ നോട്ട് നിരോധനം നടത്തിയത്. അപ്പോൾ അവർക്ക് ആരെയും ചാക്കിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ പിന്നെ എത്ര നാൾ പരമ്പരാഗതമായിട്ട് പിന്നെ മക്കൾ രാഷ്ട്രീയം നടത്തി കോൺഗ്രസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ഇന്നിവിടെ സതീശൻ വന്നു, VD സതീശൻ, അവർ ത്രിപുരയും ബംഗാൾ പറഞ്ഞത് കോൺഗ്രസ്സിന് ഒരു സീറ്റെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? അവരാ ത്രിപുരയും ബംഗാളിൻ്റെ കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞത് BJPയുടെ ഒരു നയവും കേരളത്തിൽ നടപ്പാക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമകളിലൂടെ BJP ഒരു തെറ്റായ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും ഒരു വിഷയമില്ല. അതിനകത്ത് അത് ഉൾക്കൊള്ളുന്ന ആരാന്നുള്ളത് ഇവിടെയുള്ള സമൂഹത്തിന് അറിയാം. കുറച്ച് 11% വരുന്ന ഒരു സംസ്കൃതിയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 85% അത് ഉൾക്കൊള്ളിയല്ല.
BJP ഉൾപ്പെടെ ഞാൻ പറയാം 15% ഇന്ത്യ ഭരിക്കുന്നത് അന്നും ഈ ഇന്നും. തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം സിനിമകൾ നിരോധിക്കണം എന്ന് അത് തോന്നുന്നു. നിരോധിക്കണം, തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും നിരോധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചാണകമൊന്നും പറയുന്നില്ല, കാരണം അതൊരു ശരിയായ നിലപാടല്ല. കാരണം അവർ തെറ്റായ നയങ്ങൾ ഇവിടെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് എമ്പുരാൻ എത്ര ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമ്മൾ വിചാരിക്കേണ്ടത്. അന്നേരം ഒന്നും ഇവർക്ക് ഇതുപോലുള്ള സംവിധാനങ്ങൾ പറയാനില്ലായിരുന്നു. ഇപ്പം അന്നവര് പറഞ്ഞത് എന്താണ്, ഇതിനെ പ്രതികരിച്ചവർ ഇന്ന് പറയുന്നത് ഈ സിനിമ എന്താ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നു. അത് ഞാൻ കേട്ട് ഞാനൊരു ചാനൽ ചർച്ച കേട്ടതാ. എൻ്റെ ഷാവു പ്രസാദ് പറഞ്ഞ ഞാൻ കേട്ടതാ, സിനിമയായിട്ട് കാണുന്നത്. അന്ന് ഷാവു പ്രസാദ് കിടന്ന നിലപാട് തന്നെയായിരുന്നു എമ്പുരാനെതിരെ. അപ്പോൾ ഇതൊന്നും നടപ്പാകുന്ന കാര്യമില്ല. എന്ന് വെച്ചാൽ വരുന്ന ഇരട്ടത്താപ്പ് ഒന്ന്. രണ്ടാമത് വരുന്ന തലമുറയിൽ നമുക്ക് വിശ്വാസമുണ്ട് ഞങ്ങളെപ്പോഴാണ്. കാരണം വളർന്ന തലമുറ ടെക്നോളജി യുഗത്തിൽ ജീവിക്കുന്നവരാ. അവർ ദൈവത്തിൻ്റെ പിന്നാലെ ഒന്നും പോയില്ല, ഇവർ വിശ്വാസങ്ങളുടെ പിന്നാലെ പോയില്ല. അതാ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരിക്കുള്ള കേരള സ്റ്റോറിയേ അല്ല ഇത്. കേരള സ്റ്റോറി എന്നുള്ള ആ ഒരു പേരേ മാറ്റണമെന്നുണ്ടോ? അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവർ ഈ പറയുന്ന ഇവിടുത്തെ ബ്രാഹ്മണർ വരെ ഒരു കാലത്ത് എങ്ങനെയാണ് ജീവിച്ചത്? ഈ പശുമാംസം കഴിച്ചില്ലേ? കാരണം ദേവേന്ദ്രൻ്റെ ഒക്കെ എന്നതാ യാഗത്തിൽ പശുവിനെ കൊന്നല്ലേ ചെയ്യുന്നത്. പിന്നെ ഇവരാരെ ഇത് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ആരേത്? വേദകാലഘട്ടം എന്നൊക്കെ പറയും. ഇവരൊക്കെ സോമരസം എവിടെ നിന്നുണ്ടായത്? ഇപ്പം നമ്മൾ പട്ടയായിട്ടും അല്ലെങ്കിൽ പിന്നെ മദ്യമൊക്കെ ഉണ്ടാകും, സർക്കാർ മദ്യം ഉണ്ടാകും പോട്ടെ. സോമരസം എന്ന് പറഞ്ഞാൽ എന്നതാ? അന്നത്തെ കാലത്ത് ചില പച്ചിലയും മറ്റു കാര്യങ്ങളും ഇടിച്ചു പിടിച്ചുണ്ടാക്കി ദേവന്മാരടിച്ചുകൊണ്ട സാധനമാണ് സോമരസം. അവരാദ്യം മദ്യപാനം തുടങ്ങിയത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിവിടെ വിലപ്പോവില്ല. സാധാരണ ജനങ്ങൾക്ക് യോജിച്ചതല്ല. യഥാർത്ഥത്തിൽ നടക്കുന്ന കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് ആ പേരിൽ അങ്ങനെ അത് പറയുന്നത്. ഇവിടെ നടന്നിട്ടുള്ള കഥയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ അത് സംഭവം ശരിയായിരിക്കും. ഇല്ലാത്തതിനെ പറ്റി വിവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ബീഫ് നിർബന്ധിച്ച് മുസ്ലിം സമുദായം ഒരു ഹിന്ദു യുവതിയെ കഴിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ട് പോലും ഇല്ലാത്ത കാര്യം. ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നൊക്കെ ഈ പറയുന്നത് എന്നാ തുടങ്ങിയത് ഇത്? ഈ വർഗീയത തുടങ്ങിയതെന്ന് ഈ BJP ഇത്രയും പ്രാധാന്യം വന്നുകൊണ്ടല്ലേ വർഗീയത തുടങ്ങിയത്? അതിനു മുമ്പ് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇവിടെ ഐക്യമായിട്ട് എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇവിടെ ബീഫെന്നോ അല്ലെ മട്ടണെന്നോ ചിക്കനോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും സമൂഹം ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നത്. ഇവിടെ ഐക്യമാണ് ഏറ്റവും പ്രധാനം. അല്ല ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വേർതിരിവില്ല ഇവിടെ. ഇവരിവിടെ വേർതിരിവാക്കുന്ന ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതം മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു ഇതുമില്ല. ഇതെന്നാ വെച്ചാൽ ഒരു പ്രത്യേക തൽപര പാർട്ടികൾക്ക് വേണ്ടി മനുഷ്യനെ ഭിന്നിപ്പിച്ച് അവര് ഭരണം പിടിച്ചെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത് വരും. അല്ല, അതിനകത്ത് വേറെ ഒരു കേസും ഇല്ല. ഒരു ഇതുമില്ല. മനുഷ്യനെ അങ്ങോട്ട് വേണം തമ്മിൽ തെളിയിക്കുക എന്നല്ല, വേറെ ഒരു ഇതുമില്ല. ഇതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ ബീഫൊക്കെ കഴിക്കാൻ നിർബന്ധിച്ചാവോ? ഓരോരുത്തർ കഴിക്കുക എന്നുള്ള അവരുടെ ഇഷ്ടമാണ്. അല്ലാതെ ആഹാരം എനിക്ക് ഞാൻ ബീഫ് കഴിക്കുന്നു. ഞാനിപ്പോൾ ആരെയും നിർബന്ധിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ ഹിന്ദുക്കൾ കഴിക്കുമല്ലെന്ന് ആരാ പറഞ്ഞത്? ഹിന്ദുക്കൾ ബീഫ് കഴിക്കുമല്ലെന്ന് ആരാ പറഞ്ഞു? ഒരു കാര്യം ചെയ്യും, ഇവിടെ ഈ ഇറച്ചിക്കടയിലോട്ട് പോവാ, എത്ര ഹിന്ദുക്കൾ വന്ന് വാങ്ങുന്നുണ്ടെന്ന് കാണിച്ചു തരാം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഇറച്ചി കൂട്ടുന്നതാണ്. അല്ലാതെ പശുവിനെ ഇവിടെ ആരും കഴിക്കുന്നില്ല, ഒന്നുമില്ല. ഇവിടെ കഴിക്കുന്ന പോത്ത് ഏറ്റവും കൂടുതൽ ബീഫാണ്. പശുവിനെ ആരും കഴിക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അല്ല, ഇതൊക്കെ ഇത്തരം ഈ സിനിമയൊക്കെ ഇതിപ്പോ ബീഫൊക്കെ ഇതിനൊക്കെ ഇതുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു സിനിമയല്ലേ, അതിനെ സിനിമയായിട്ട് കാണണം. പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ സിനിമയായിട്ട് എത്രയോ സിനിമകൾ കണ്ടിട്ട് സിനിമ എന്തിനാ ഉണ്ടാക്കുന്നത്? സിനിമ നിർമ്മിക്കുന്നതിനകത്തിന് മനുഷ്യന് എൻ്റർടൈൻമെൻ്റ് ആണോ സിനിമ എന്ന് പറയുന്നത്? അപ്പോൾ അതിനെ അതായിട്ട് കണ്ടാൽ മതി. അതിന് ഒരിക്കലും നമ്മുടെ ജീവിതമായിട്ട് സിനിമ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഇത് കാണിക്കുന്നുണ്ട്. ഇത് വെറും സാങ്കല്പികം മാത്രം. സിനിമ വരുന്നത് കുഴപ്പം എന്തുവാ? പക്ഷേ അത് സമൂഹം അതിനെ ഉൾക്കൊള്ളുന്നതാണ് പ്രശ്നം. സമൂഹത്തിന് നിലപാട് വെച്ച് അവരുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. ചിന്താഗതി മാറ്റണം. അതെ, അവരുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. സമൂഹത്തിന്റെ ചിന്താഗതിയാണ് മാറേണ്ടത്. അല്ലാതെ ചില തൽപര കക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാത്രം ഒരു സമൂഹമായിട്ട് മാറല്ലേ. പറഞ്ഞു മനസ്സിലായോ? സമൂഹം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അല്ലാതെ ബീഫ് കഴിക്കുക അങ്ങനെയുള്ള രീതി ഒരു തെറ്റുമില്ല. എല്ലാവരും ഇഷ്ടം പോലെ കഴിക്കുന്നത്. എല്ലാവരും ബീഫ് കഴിക്കും. ഇവിടെ ഒന്നും ഹിന്ദു മുസ്ലിം ഒന്നും അങ്ങനെയുള്ള ഒരു തരത്തിൽ ഞങ്ങളൊക്കെ ഈ സ്റ്റാൻഡിൽ കിടക്കുന്നു. ഹിന്ദു മുസ്ലിം ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ ക്രിസ്ത്യാനി, അതേ പുള്ളി മുസ്ലിമാണ്. അങ്ങനെയുള്ള രീതി സംസാരിച്ചുകൊണ്ടിരുന്ന പുള്ളി ഹിന്ദുവാണ്. അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. ഞങ്ങൾ എല്ലാവരും 3 പേരും സമത്വത്തോടു കൂടി ആഹാരം കഴിക്കാൻ പോകുന്നതല്ല, ഒരു ചായ കുടിക്കാൻ പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നത്. ഈ സിനിമകൾ കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ദൃശ്യം സിനിമയെ അതിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് പല കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ചെറിയ പ്രത്യേക കക്ഷികൾക്കാന്നേ, തൽപരക്കാർക്കാന്നേ, പ്രത്യേക താല്പര്യമുള്ളവർക്ക് അവർക്ക് എന്തെങ്കിലും കാണിച്ചു കൂടാതെ അതിൽ കൂടെ മാത്രം ഇതിനെ കവർ ചെയ്യാൻ വേണ്ടി ഒരു മാർഗ്ഗം. മറ്റ് സമുദായക്കാരെ കുത്തുന്ന രീതിയിൽ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനെതിരെ ഹൈക്കോടതിയിലും അവിടെ ഇവിടെ അപ്പീലിനെതിരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ നാനാ വിഭാഗത്തു നിന്ന് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഇത് ഇത്തരം സിനിമകൾ പ്രൊമോട്ട് ചെയ്യരുത്
ചെയ്തതെന്ന്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമകൾ സമൂഹത്തിൽ ഇങ്ങനത്തെ സിനിമകൾ സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു സിനിമയായിട്ട് കാണുക എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആ ഒരു സീൻ അതിൽ നിന്ന് റിമൂവ് ആക്കണം. അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ചില തൽപര കക്ഷികൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കുന്ന ഇതെല്ലാം. അല്ല, അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. മനുഷ്യന് എക്സ്പെക്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഇതിനകത്തൊന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലതും ചീത്തയും കൊടുക്കുന്ന സിനിമ. അതിൻ്റെ അകത്ത് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ഉൾക്കൊള്ളുക, അല്ലാത്തത് നമ്മൾ തള്ളിക്കളയുക. ഇങ്ങനെയുള്ള സിനിമകൾ കൊണ്ടുവരരുതെന്ന് പറയുന്ന അങ്ങനെ സിനിമ പിടിക്കരുത്, ആൾക്കാരെ കാണിക്കരുത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വിദ്വേഷമുള്ള സിനിമ നമ്മളിപ്പോൾ ഒരാൾ സിനിമ കണ്ടു, അപ്പോൾ അയാൾ പറയും ആ സിനിമ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് കാണാൻ പോകാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ സിനിമാ നിർമ്മാതാക്കളോടോ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചവരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഥ അവരൊരു കഥ ഉണ്ടാക്കുന്നു, അത് സിനിമ ആക്കി വരുന്നു, പ്രേക്ഷകരെ കാണിക്കുന്നു. ഇത്തരം സിനിമകൾ സമൂഹത്തിൽ നമ്മളെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. അപ്പം ഒരു സിനിമ കണ്ടിട്ട് മതസൗഹാർദ്ദത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് വലിയ ഒരു കാര്യമുള്ള കാര്യമില്ല. കാരണം ഒരു സിനിമ കണ്ടിട്ട് കള്ളനാകുന്നു, നല്ലവനാകുന്നു, അങ്ങനെയൊന്നുമില്ല. ചില സിനിമകളൊക്കെ കണ്ടിട്ട് അതേപോലത്തെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത്രയും ചിന്തിക്കാൻ കഴിവുള്ളെന്ന് വിചാരിക്കുക. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. നമ്മളിപ്പോൾ അവരെ തിരുത്താനോ നമ്മളെ കൊണ്ട് ഒരു സമൂഹത്തെ തിരുത്താനൊന്നും പറ്റത്തില്ല. യഥാർത്ഥത്തിലെ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? നമ്മുടെ കേരളം ഇങ്ങനെയല്ല. കേരളം മതസൗഹാർദ്ദത്തിന്റെ ഒരു നാടാണ്. കേരളം ദൈവത്തിന്റെ നാടാണ്. അപ്പോൾ ഈ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഒരു സൗഹാർദ്ദപരമായി, അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, മറ്റു മതങ്ങൾ എല്ലാവരും ഒരേ കൈകോർത്ത് പിടിച്ച പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഇനിയും നമ്മുടെ കേരളം അതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നത് അവരവരുടെ സൗകര്യമാണ്. അതായത് നിർബന്ധം എന്ന് പറയുന്ന ഒരു കാലത്തും അത് ശരിയല്ല. രണ്ടാമത്തെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ആഹാരം നമ്മൾ കഴിക്കുന്നതിനാ നമ്മുടെ ശരീരത്തിന് ഉത്തേജകത്തിനല്ലേ, പണിയെടുക്കാനും ആരോഗ്യം നിലനിർത്താനും. ഇത് നിർബന്ധിച്ചതാരാ? നിർബന്ധിക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിലുള്ള. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമുദായം എന്ന് പറയുമ്പോൾ ജാതിപ്പേര് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം ഞങ്ങൾ ഇരിക്കുന്നതെല്ലാം മുസ്ലിങ്ങളാണ്, ഞങ്ങളെല്ലാം ഒന്നായിട്ടാണ് കഴിക്കുന്നത്. അതന്നെ അവരവരുടെ സൗകര്യം. ഇങ്ങനെ ഇത്തരം സിനിമകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇങ്ങനെ അല്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു സമൂഹം നമ്മുടെ കേരളം. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ കൊണ്ടുവരുമ്പം ഇവർ തമ്മിലുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സിനിമ ഒരു മതവിദ്വേഷം എന്നല്ലേ പറഞ്ഞല്ലേ? അതെ, മതവിദ്വേഷം ഉണ്ടാക്കാൻ. അതെ, അവർ അംഗീകരിക്കുന്നവർ അംഗീകരിക്കുക, ഇല്ലാത്തവർ വേണ്ട. അപ്പൊ സിനിമയായിട്ട് കാണണം എന്നാണോ ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും. സിനിമയായിരിക്കണം. അതായത് സ്റ്റോറിയാ എന്ന് പറഞ്ഞാൽ ഇത് ആരെയും ബന്ധപ്പെടുത്തുന്നതല്ല. അപ്പൊ ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പേരിലാ വന്നേക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സ്റ്റോറി അല്ലല്ലോ ഇത്. ഞാനതിനൊരു ഉത്തരം പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു ഇതിന് പേരിടുക എന്ന് പറയുന്നത് ആരെയും പ്രതിനിധീകരിച്ചല്ല. അതിന് കേസും കോടതിയും കാര്യങ്ങളൊക്കെ എൻ്റെ പേര് എൻ്റെ കടയുടെ പേര് ഇന്നൊരാൾക്കിടരുത് എന്നുള്ളത് നിയമമുള്ളതാണ്. ഇനി അത് വേണമെങ്കിൽ അത് മാറ്റാം. കേരള എന്ന് വേണ്ട. കേരള എന്നുള്ളൊരു സംഭവം അത് വേണ്ടെന്ന് പറയുന്ന ഒരാളാണ് സാറ് ചേട്ടൻ. എന്നല്ല, കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാടാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ നാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇത്തരം മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ ബീഫ് കഴിക്കരുതെന്ന് പറയുന്ന ആൾക്കാർ, ബീഫ് കഴിക്കുന്നതിനെ അടിച്ചമർത്തുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ഇത്തരം പ്രവണതകളൊന്നും ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അത്തരം സിനിമകളിലൂടെ ഇങ്ങനെ കൊണ്ടുവരുന്നത് മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഇത്തരം സിനിമകൾ. ഞങ്ങളുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾക്ക് വിദ്വേഷവും ഇല്ല, മതവിദ്വേഷവും ഇല്ല, ആഹാര വിദ്വേഷവും ഇല്ല. ഇഷ്ടമുള്ളവർ കഴിക്കുന്നു. അപ്പൊ ഇങ്ങനെ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഇവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. സിനിമയായിട്ട് കാണും. അങ്ങനെ സിനിമയായിട്ട് കാണാത്തവരും കാണൂലേ ചേട്ടാ? അവരവരുടെ ഇഷ്ടം. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ വേണ്ടാന്ന് പറയുന്നുണ്ടോ ഇത്തരം സമൂഹത്തിലോട്ട്? അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. മറ്റൊരാളെ അവരെ അടിച്ചേൽപ്പിച്ച് അത് നിർബന്ധിച്ച് ഏൽപ്പിക്കേണ്ട കാര്യമില്ല. പലരുടെ രീതിയിൽ, പലരുടെ വിശ്വാസത്തിൽ പലരും ജീവിക്കുന്നുണ്ട്. അത് ഈ ലോകത്ത് എല്ലാവർക്കും അങ്ങനെ അവകാശമുണ്ട് ഓരോ തരത്തിൽ ജീവിക്കാനായിട്ട്. അതിലിപ്പോൾ അടിച്ചേൽപ്പിച്ച് ഒരാളെ കൊണ്ട് ഇത് ഇന്നത് ചെയ്യണം, ഇന്നത് കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റായ ഒരു ഇത് തന്നെ. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അത് പരസ്പരം പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാകും. അപ്പം അത് അതെ. ഇപ്പം നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൂടെ എല്ലാ ജാതിക്കാരും എല്ലാവരും സ്നേഹത്തോട് കഴിയുന്നതാണ് ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ. അപ്പം അത് ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് അതിന് വിവാദത്തിലും വഴക്കിലും പ്രശ്നത്തിലും
ഒക്കെ കാരണം കാരണം മതപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ സിനിമയാണേലും എന്നാണേലും ഇങ്ങനെയൊന്നും ആരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നും. അത് മതസൗഹാർദ്ദത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നിയോ? അങ്ങനെ ഒരു വർഗീയത കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നി. ഓരോരുത്തരുടെ പ്രിഫറൻസിനെ അവരവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിലൊക്കെ റിലീജിയൻ നോക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. റിലീജിയൻ നോക്കി അങ്ങനെ അപ്പൊ ഇത്തരം സിനിമകൾ എങ്ങനെയാ സ്വീകരിക്കുന്നുണ്ടോ? സിനിമകള് അത്തരം സിനിമകള് സിനിമയായിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. അത് ബാക്കിയൊക്കെ വൈഡ് സ്പ്രെഡ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ ചിന്താഗതിയായിരിക്കും. തെറ്റായിട്ട് ഫീൽ ചെയ്തത് ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ പ്രിഫറൻസിന് വിട്ടു കൊടുക്കാതെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതങ്ങനെ തന്നെ കണ്ടങ്ങ് വിട്ടാൽ തികച്ചും വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വിഭാഗം ഇതിനെ സിനിമയായി തന്നെ കാണണോ, ഇത് സിനിമയായിട്ട് തന്നെ വ്യാഖ്യാനിക്കണം, അല്ലാതെ ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കേരള സമൂഹം എന്തൊക്കെ വന്നാലും എന്തൊക്കെ മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമകൾ ഉണ്ടെങ്കിലും അതിലെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രമേ ഉൾക്കൊള്ളൂ. എന്നും മതസൗഹാർദ്ദത്തോടെ തന്നെ ഈ കേരള സമൂഹം പോകുമെന്നാണ് ഒരുപക്ഷം ആൾക്കാർ വാദിക്കുന്നത്. എന്നാൽ ഇതിൽ നെഗറ്റീവായിട്ട് ജനങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ദൃശ്യം പോലുള്ള പല സിനിമകളും സമൂഹത്തിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്നുണ്ട്. അത് ഇൻഫ്ലുവൻസ്ഡ് ആയി കുറേ ആൾക്കാർ തെറ്റായ വഴികളിലൂടെ പോകുന്നുണ്ട്. എന്തുകൊണ്ട് എമ്പുരാൻ സിനിമയിൽ ഇതേപോലെ തന്നെ വിവാദങ്ങൾ ഉയർന്നപ്പം എന്തുകൊണ്ട് അതിൽ കട്ട് ചെയ്തു? എന്നിട്ടും ഈ സിനിമയിൽ എന്താണ് ആൾക്കാർ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു? അതിൽ രാഷ്ട്രീയ അജണ്ടയും തക്കതായ കാരണങ്ങളുമില്ലേ? ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്ന് വാദിക്കുന്നവരും ഉണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇനി സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇതിലെ ഉള്ളടക്കം എന്തൊക്കെയാണ്? ഈ സിനിമയുടെ ട്രെയിലറെ പോലെ തന്നെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കമാണോ സിനിമയിൽ ഉള്ളതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.